ഉണ്ട്, സ്വാഭാവികമാണ്. നേരത്തെ തന്നെ അവശനായിരുന്നു ആന. ഇവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയപ്പോൾ പോലും ഒരുപക്ഷെ അവൻ തേടിയത് ആഹാരമായിരിക്കാം. മറ്റു ശല്യങ്ങളൊന്നും ഉണ്ടാക്കാതെയാണ് അവൻ മടങ്ങിപ്പോയത് എന്നുള്ളതാണ്. നമുക്ക് ഒരു ദിവസം മുഴുവൻ മാനന്തവാടി ടൗണിനെ വിറപ്പിച്ചതെന്ന് വെച്ചാൽ ജനങ്ങൾ ആശങ്കാജനകരായിരുന്നു. അതിനുശേഷമാണ് ഇതൊരു വലിയൊരു നമുക്ക് ദുഃഖകരമായ ഒരു വാർത്തയിലേക്ക്, ഒരു ദാരുണമായ ഒരു സംഭവത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും കേരള വനംവകുപ്പ് ഇതിനെ പിടികൂടി തമിഴ്നാട് വനംവകുപ്പിന് കൈമാറിയിരുന്നു. ആന ചെരിഞ്ഞുവെന്ന് കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വനം മന്ത്രിയും ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ആനയെ തുറന്നുവിട്ടത്. മുത്തങ്ങയിലെ എലിഫന്റ് ആംബുലൻസിലാണ് ആനയെ ബന്ദിപ്പൂരിലെത്തിച്ചത്. വെള്ളിയാഴ്ച രാത്രിയോടെയാണ്, ഇന്നലെ രാത്രിയോടെയാണ് നമുക്കറിയാം 12 മണിക്കൂറിന് നീണ്ട ദൗത്യത്തിന് ശേഷമാണ് ഈ ആനയെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം വിജയിച്ചത്. കുങ്കിയാനകളുടെ സഹായത്തോടെ മണിക്കൂറുകൾക്കുള്ളിൽ എലിഫന്റ് ആംബുലൻസിൽ കയറ്റുകയായിരുന്നു. ആനയുടെ കാലിൽ വടം കെട്ടിയ ശേഷം ആണ് ഈ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചത്. തുടർന്നാണ് എലിഫന്റ് ആംബുലൻസിൽ കയറ്റിയത്. ഏതായാലും ആനയുടെ ഇടതുകാലിൽ പരിക്കേറ്റതായി അപ്പോൾ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിരുന്നു. ഈ കുങ്കിയാനകളിലേക്ക്, കാരണം 3 കുങ്കിയാനകൾ, വിക്രമും സൂര്യയും സുരേന്ദ്രനും കരുത്തരാണ്. ഇവർ ഇതിനിടയ്ക്ക് ഒരുപക്ഷെ കൊമ്പൊക്കെ ദേഹത്ത് കൊള്ളാനുള്ള സാഹചര്യമുണ്ട്. അത് ഒരുപക്ഷെ ആനയെ വീണ്ടും അവശനാക്കിയേക്കാം. ഏറെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഈ ദൗത്യം പൂർത്തിയാക്കാൻ, താരതമ്യേന ഈ ദൗത്യം പൂർത്തിയാക്കാൻ വനംവകുപ്പിന് സാധിച്ചത് എന്നുള്ളതും ഇന്നലെ അത് പ്രശംസനീയമായ വിധം പുറത്തു വന്നതാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത് ഈ നമ്മുടെ തണ്ണീർക്കൊമ്പൻ എന്ന വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന 24 മണിക്കൂറായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ആ ആന ചെരിഞ്ഞു എന്നുള്ളതാണ്. അത് ഒരു ദുഃഖകരമായ വാർത്തയായി മാറുന്നുണ്ട് എന്നതും നമ്മളിതിനോട് ചേർത്ത് വായിക്കണം. MS സനീഷ് കുമാർ തുടരുന്നുണ്ട്. ജിൻസ് തുടരുന്നുണ്ട്. ജിൻസ്, ഏതായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം വനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞു. ഈ അവശത എന്നുള്ളത്, ഇതിൻ്റെ കാരണം എന്താണ്, മരണകാരണം എന്നുള്ളത് കരുത്തനായ കൊമ്പനായി കണ്ടിരുന്നവനാണ്. പെട്ടെന്ന് ഇത്തരത്തിലൊരു അവശത വന്നതിൻ്റെ പ്രധാന കാരണം കണ്ടെത്തണം. വനംവകുപ്പ് എന്തെങ്കിലും ഇക്കാര്യത്തിൽ പറയുന്നുണ്ടോ? നിലവിൽ ഇത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇതിന് നിലവിൽ ഒരു പരിക്കുകൾ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇന്നലെ വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതെന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു പ്രത്യേക സംഘം പരിശോധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനുവരി 16-നാണ് ഈ കർണാടകയിലെ ഹസനിൽ വെച്ച് ഇതിനെ പിടികൂടുന്നത്. അന്ന് തന്നെ ഇതിനെ മയക്കുവെടി വെച്ചായിരുന്നു പിടികൂടിയത്. അതിനുശേഷം ഇതിനെ റേഡിയോ കോളർ ഘടിപ്പിക്കുകയും പിന്നീട് വനത്തിലേക്ക് വിടുകയുമായിരുന്നു ചെയ്തത്. പിന്നീട് 20 ദിവസത്തിനിടെയാണ് വീണ്ടും രണ്ടാമതും ഇത്തരത്തിൽ മയക്കുവെടി ഇതിന് ഏൽക്കുന്നത്. അതായിരിക്കാം ഇതിന്റെ ആരോഗ്യം വഷളാകാൻ കാരണമെന്നാണ് നിലവിലെ സൂചന.